പോടാ എടാ പോടാ. അപ്പൊ നീയോ പോടാ. ഷമീറ കാര്യം ഇവന് ഇവിടെ ബെപ്പിന് വന്നാൽ ഇവൻ എന്താ ഇത്ര ധൈര്യം? ബെപ്പുകാരൻ സുലൈമാനിക്ക് എന്താന്ന് ഇപ്പൊ ഇങ്ങനെ കണ്ണടി ഇട്ടിട്ട് അല്ല നീ എന്താ ഇരിക്കുന്നു? നീ വേണമെങ്കിൽ സോളോ എന്നാ പറഞ്ഞത്. സോളോ ഒറ്റക്കാ കുട്ടു കുട്ടു അല്ല എല്ലാ പ്രാവശ്യം കുട്ടുന്ന് വെച്ചാല് അങ്ങ് അലിയുന്ന വിചാരം. ഇവനെന്താ എന്താ ഇരിക്കുന്നു? നീ വേണമെങ്കിൽ സോളോ ഇതെന്ത് സോളോ 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 അറിയുന്ന മുത്തേ വിട്ടോ 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 സോളോ പറയുന്നുണ്ട്. സോളോ പറയുന്നുണ്ട്. ഞാനല്ല ചാറ്റ് പറയുന്നത്. സോളോ പറയുന്നുണ്ട്. എണീക്കടാ പോടാ. അപ്പൊ നീയോ പോടാ. ഷമീറ കാര്യം ഇവന് ഇവിടെ ബെപ്പിന് വന്നാൽ ഇവൻ എന്താ ഇത്ര ധൈര്യം? ബെപ്പുകാരൻ സുലൈമാനിക്ക് എന്താന്ന് ഇപ്പൊ ഇങ്ങനെ കണ്ണടി ഇട്ടിട്ട് അല്ല നീ എന്താ ഇരിക്കുന്നു? നീ വേണമെങ്കിൽ സോളോ എന്നാ പറഞ്ഞത്. സോളോ ഒറ്റക്കാ കുട്ടു കുട്ടു അല്ല എല്ലാ പ്രാവശ്യം കുട്ടുന്ന് വെച്ചാല് അങ്ങ് അലിയുന്ന വിചാരം. ഇവനെന്താ എന്റെ മൂക്കിനെ കാണുമ്പോ മൂക്കിന് കുത്താനാ വന്ന്. എടാ കർമ്മൂസും കൊണ്ടും വേണ്ട, നീ ഇരിക്കും വേണ്ട, മാറിക്കോ. നീ മരിച്ചോ? അതാന്നല്ലേ അല്ലേ? പറയല്ലോ ചെലപ്പം പോയി ചത്ത കളിയും. ഇവ ഒരിക്കലും ചാവൂല. ഷമീർ സോളോ. ഷമീറാന്ന് സോളോന്നാ? ഞാനല്ലേ അപ്പൊ സോളോ? ഷമീർ സോളോ തൊപ്പി. ഇവനെ ഇരുത്തണ ഗൈസ്. ചാറ്റ് പറയൂ. ഇവനെ ഇരുത്തണ. ഇവനെ ഇരുത്തണ ഗൈസ്. എനിക്ക് വല്ല താല്പര്യം. ഷമീറൻ തൊപ്പിയാ. ഷമീറൻ തൊപ്പിയാ. എടാ ഷമീർ സോളോ അല്ല, ഷമീറൻ തൊപ്പിയാ. എന്ത് ഷമീറൻ തൊപ്പി? നീ എണീച്ചേ. നീ ഒന്ന് എണീച്ച മോനെ. ഒന്ന് എണീച്ച. എന്റെ സ്ക്രീൻ ഒന്ന് എണീച്ച. എന്ത് ഏതാ നീ? ചാറ്റ് ഇങ്ങനെ ആയപ്പോ അപ്പൊ ഞാന് എണീച്ച. ചാറ്റ് വിട്ടോ. ഞാൻ വിളിക്കാം. ഇതെന്താ? പോയി ചോറും കറിയിലുണ്ടാക്കി ഞാൻ വിളിക്കാം. എനിക്ക് സോളോ സ്ട്രീം ചെയ്യണം. എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് പോയാ എത്ര പ്രാവശ്യം പറയണോ? എപ്പോ ഉണ്ടല്ലോ ആള് DC കയറുമ്പോ മാത്രം ഇങ്ങനെ കേറി വന്നോളൂ. എന്നിട്ട് ഇവിടെ അങ്ങ് ഇരിക്കും. ഇവിടെ സൈഡിൽ അങ്ങ് ഇരുന്നോളൂ. നീ എന്താ ഓവറാക്കുന്നേ? നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടിയപാടി മറ്റേ ലെതറിന്റെ കസാല കിട്ടിയപാടി നീ ഇവൻ ആരായി മാറി? ആള് DC കയറിയിട്ട് റിയാക്ട് ചെയ്യുമ്പോ സൈഡിൽ വെറുതെ ഇരിക്കാന്നാണ് ഇവരെല്ലാം വെറുതെ ചെയ്യുന്നത്. പറ ഇവന്ന് വേറെ ഒരു ഉപകാരമില്ല. ഈ തൊപ്പിന്നെല്ലാം പറയുന്നത് കൊണ്ട് ഒരു ഉപകാരമില്ല. ഇതാ ഈ മഞ്ഞക്കോയിനെ പിടിച്ച് പുറത്താക്കിയട്ടെ. ഇവ കൊറേ സമയം ഈ കിളിമൂടൻ. എടാ എല്ലാവരും മാറാം. എനിക്ക് സോളോ ആയിട്ട് റിയാക്ട് ചെയ്യണം. ഉള്ള കാര്യം ഞാൻ പറയാല. കണ്ട ജാസി മുഖനൊന്നും ഇടാൻ ഇരിക്കല്ല. അവനെ കാണുമ്പോ തന്നെ ഇത് അതൊക്കെ എടുത്ത് എറിയാൻ തോന്നുന്നു. പവർ ബാങ്ക് എടുത്ത് എറിയാം. നീ ഇവിടെ ബിരിയാണി വെക്കാൻ വന്നതല്ലടാ. ബെപ്പുകാരൻ സുലൈമാനാ. നീ എന്താ ഇവിടെ വർത്താനം പറയുന്നത്? കുരിപ്പേ ഇറങ്ങിപ്പോടാ. അപ്പൊ സോളോ. ഞാൻ സോളോ തന്നെ ചെയ്യുന്നു. ആരും വേണ്ട. ഓക്കെ. അപ്പൊ നമ്മള് നിന്നോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞ സീരിയസാ? ഇതെന്താ എല്ലാരും ഡബ്ല്യൂ ഷമീർ സോളോ? ഇതെന്റെ ന്യൂ കുക്ക് തൊപ്പി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. അല്ലല്ല ഫ്രണ്ട്ഷിപ്പ് എല്ലാം വേറെ കാര്യം. എന്റെ മുകളിൽ ഞാൻ തുണി കുറച്ച് ഇതാക്കിട്ട് അലുമിനിയം ഇട്ടിട്ടുണ്ട്. അതൊന്ന് പോയിട്ട് എന്റെ ഡ്രസ്സ് ഒന്ന് പോയിട്ട് വിരിക്കും. ഞാൻ വരാം. ഞാൻ ഈ DC ഒന്ന് കഴിയട്ടെ. പെട്ടെന്ന് ലൈവ് ഒന്ന് ഞാൻ എന്റെ എത്തിട്ട് ഞാൻ വരാം. നിങ്ങൾ എല്ലാവരും ഇതാക്കും. പിന്നെ വേറെ എന്താ വെച്ചാല് ഏത് സമയത്തും എന്താ മങ്കി കയറിയിരുത്തിയാൽ മതി. ഒന്നും അറിയാണ്ട് നീ ഇവന്റെ പേര് ബെപ്പിനെ കൂടണം. നീ ഇവിടെ വെറുതെ നടക്കേന്ന്. നീ ഇവിടെ വെറുതെ തുന്നും കുടിച്ച് നടക്കേ. നീ ഇടാ ഇത് നടക്കൂല. ഉള്ള കാര്യം ഞാൻ പറയാല. എന്നെ അവന്റെ പേര് ഇതിന് കൂടണം. നീ എപ്പോ ഉണ്ട് ഇടാ. ഒരു DC റിയാക്ട് ചെയ്യുമ്പോൾ കയറി അങ്ങ് വരുത്ത്. ഇവനെ ഞാൻ ഇപ്പൊ എറിയോ എന്തൊക്കെ എടുത്തിട്ട് പോടാങ്ങ്. അപ്പൊ നമുക്ക് DC റിയാക്ട് ചെയ്യാം. ഇങ്ങനത്തെ ക്ലിപ്സ് ഇട. എല്ലാവരും ക്ലിപ്സ് ഇടുക. ഉള്ള കാര്യം ഞാൻ പറയില്ല. പിന്നെ സ്പൈഡി നീ മറ്റേ കാര്യം പറഞ്ഞ ഞാൻ അറിഞ്ഞു. ആ ക്ലിപ്സ് ഇവിടെ ഇട്ടേക്ക് കേട്ടാ. മോഡിനെ നമുക്ക് എടുക്കാം. ആയിട്ടില്ല. അത് ഞാൻ പറയാം. മോഡിനെ നമുക്ക് എടുക്കാം. സർട്ടിഫിക്കറ്റ് കാണിക്കാൻ എന്താ
ഇതുപോലെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ ഷമീർ നീ ധൈര്യമുണ്ടോ? ധൈര്യം ഉണ്ടോ? കാണിക്കോടാ. ആടേക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ പറയാലോ, അങ്ക് വീട്ടിൽ പോയിട്ട് ഇത് എടുത്തിട്ട് വരണം. അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ഇത് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് സാധനം. ഇതങ്ങനെ കൊറിയർ ആയിട്ട് നമുക്ക് അയക്കാൻ വേണ്ടി പറ്റൂല. അതിൽ മാത്രമേ ഇതിൽ പ്രശ്നം വരുന്നുള്ളൂ. അപ്പൊ അത് നമുക്ക് വിട്ടുകളയാം. കൊറിയർ അയക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കൊറിയറിൽ എന്തെങ്കിലും ഇടണോ? സാധനം പൊട്ടി കാലിയായിട്ട് അയക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് അയക്കാൻ കഴിയില്ല. ഞാൻ നിന്നോട് നിന്നോട് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞോ? നിന്റെ CA നമ്പർ പറഞ്ഞു കൊടുക്കടാ. സൈറ്റിൽ അടിച്ചാൽ കിട്ടും പോലും. CA നമ്പർ പറയുന്നത് പ്ലാറ്റിന വണ്ടിയല്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ സൈഡിൽ അത് ആ മഞ്ഞക്കിളി ഉണ്ടല്ലോ, ആ കിളിമൂടൻ, ഓന്റെ അപ്പുറത്ത് പോയിട്ട് നീ ഇരുന്നോ. ആ കുര്യാക്കോസ് നിന്നെ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. നീ കുര്യാക്കോസ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് മാറിയിരുന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നോട്. അപ്പൊ ഗൈസ്, അടുത്ത നമുക്ക് റിയാക്ട് ചെയ്യാം. കുറെ എണ്ണം വന്നിട്ടുണ്ട് എല്ലാം ലൈവ് ആക്കാൻ വേണ്ടിട്ട്. കുറെ എണ്ണം ഇത് ഇടാ നിരത്തിയിരിക്കുന്നുണ്ട്. കുറെ എണ്ണം മരപ്പായകള്. ഇവർ എന്താ ഇവിടെ ചെയ്യുന്നത്? എല്ലാം എണ്ണം ഇറങ്ങി പോയിക്കോ. അപ്പൊ അടുത്തത് ഇതെന്നാ? പട്ടുവാ? ഇതെന്നാ? പട്ടം. നമ്മളെ സാറല്ലേ ബുജിക്കുട്ടൻ. ഇത് നമ്മളെ സാറ്. ഇവൻ ഇതിനിറങ്ങിയ പടത്തിൽ ഷോർട്ട് ഫിലിമാ. ഇവന് ഷോർട്ട് ഫിലിം സിനിമ കയറിയാൻ തോന്നുന്നു നമുക്ക് വന്ന്. പക്ഷെ ഇയാള് MRG ഗ്യാങ് സ്ട്രീമിംഗ് നൗ. എടാ, കളിയാക്കാൻ വേണ്ടിട്ട് കുറെ മരപ്പായകൾ. ഇവർ ഒന്നും ചെയ്യുന്നില്ല. ഇവർ ചിപ്സ് വന്നിട്ട് അവിടെ നിൽക്കാൻ ഈ ചിപ്സ് മുഖന്മാർ. ഇവർ അവിടെ കുറെ എണ്ണം ബാക്കിലിരുന്ന് ചിരിക്കുന്നുണ്ട്. ഈ മണ്ടന്മാർ ഇവർ ചിരിക്കുമ്പോൾ ഞാൻ എന്തോ ആവുന്നതാണ്. ഈ പൊട്ടൻ ഈ കേങ്ങ് വറുത്തുകൾ ഉണ്ടല്ലോ, ഈ ചിപ്സ് മുഖന്മാർ. കണ്ടോ? എല്ലാം ഇനി കണ്ടോ? ഒരു മഞ്ഞക്കളി ഉണ്ട്. എല്ലാം എണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. അടക്കാന്ന് പറയുന്നത് നിന്നെയാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്. എന്നെ അങ്ങോട്ട് ഏത് കുട്ടുവടാ നാറി? നീ ഏതാ? നമുക്ക് നിന്നെ അറിയില്ല. നമ്മൾ തമ്മിൽ പരിചയമുണ്ടാ? മുമ്പ് പരിചയമുണ്ടായിട്ടുണ്ടാ? ഷമീർ ചാറ്റ് സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഒരുമാതിരി തന്തയില്ലാത്ത കാണിക്കരുത്, മനസ്സിലാ? ഇതെന്താ എല്ലാവരും പിന്നെയും ഡബ്ല്യു തന്നെ ഇടുകയും ചെയ്യുന്നത്? ഓവർ എന്ന് പറയുന്നുണ്ട്. എല്ല് ഒന്ന് രണ്ടല്ലേ മൂന്നല്ലേ മൂന്നല്ലേ നാലല്ലേ എല്ല് കൂടുതലുള്ളവന് എല്ലൊന്നൊരു പ്രശ്നമല്ല. കേട്ടാ? ഈ എല്ല് കണ്ടാ പോന്നവനല്ല ഷമീർ. അത് ആദ്യം മനസ്സിലായിക്കോ. അത് ഈ മണ്ടന്മാർക്ക് എല്ല് പേടിയായിരിക്കും. എനിക്ക് എല്ല് പേടിയല്ല. അത് ആദ്യം മനസ്സിലാക്ക്. എടാ ഇത് എങ്ങനെ? നീ എന്താ ചെയ്തത്? ചാറ്റിന് എന്ത് കൈവശാ നീ കൊടുത്തത്? എന്ത് കൈവശോ? ഇത് എന്റെ ഓഡിയൻസ് അല്ലേ? ഇത് എങ്ങനെ മറിഞ്ഞത്? ഒരു തിരിച്ചു വരവുണ്ട്. തിരിച്ചു വരാന്. എടാ, നീ എന്താടാ പറയുന്നത്? കത്രിക മുഖം അങ്ങ് പോയാനേ കൊറേ സമയമല്ല. അല്ല, അപ്പൊ ഞാൻ പറയാം. ഷമീർ സോളോ എല്ല് വരുന്നുണ്ടല്ലോ. എന്ത് ഓരോ എല്ലായിട്ടും നടക്കിടക്ക് എടാ, എല്ല് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ എല്ല് കൂടുതലുള്ളവർക്കാണ് ഈ എല്ല് ഇടുന്ന പരിപാടി ഉള്ളത്. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്താ ജാനിഫ്ക? അല്ലേ? അത്രേ ഉള്ളൂ. നിന്നെ കൂട്ടണമെന്നുള്ള കാര്യം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് സമയമില്ലാത്ത സമയത്ത് പറ്റി ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഒരു മിനിറ്റ്. ഇവനാ എന്നാ പിന്നെ ഇരിക്ക്. ഒച്ചപ്പാടാക്കരുത്. ഞാൻ DC റിയാക്ട് ചെയ്യുമ്പോ മറ്റേ ഒച്ചപ്പാടാക്കരുത്. അത്ര മാത്രമേ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മങ്കിൽ കയറാനുള്ളേ. വാ ഇരുന്നേ. മോനല്ലേ? മോനെ നീ എന്താ പറ്റിയേ? ഇവന്റെ പാസ്റ്റ് എല്ലാം പറഞ്ഞു കൊടുക്ക. നിങ്ങൾ വളവട്ടണത്തുനിന്ന് എന്തിനാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്? എന്തിനാണ് കയറി വന്നത്? തൊക്കിലങ്ങാടിയിലുള്ള നിങ്ങൾ എന്തിനാ? ഞാൻ വായിച്ചാൽ ശരി തന്നെ. അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളെ സ്ഥലം എന്ന് പറഞ്ഞാൽ തൊക്കിലങ്ങാടിയാണ്. തൊക്കിലങ്ങാടി എന്ന് പറഞ്ഞാൽ ഈ തൊക്ക് ഇത് കണ്ടോ? ഇത് കണ്ടോ? ഒരു മിനിറ്റ്. ഇത് കണ്ടോ? എന്താ ഈ പറയുന്നത്? ഞാൻ പറയാം. എന്റെ മേലുള്ള തൊക്കിയാ പറയാം. ഇതാണ് തൊക്ക്. ഇതാണ് തൊക്ക്. ഇവിടെ ഒരു അങ്ങാടി ഉണ്ട്. ആ അങ്ങാടി ഇവരുടെ താമസം. എന്നിട്ട് മെല്ലെ വർത്താനം ഇവർ പറഞ്ഞോ. അധികം ഊക്ക് വാങ്ങണ്ട, നമുക്ക് ഇവിടുന്ന് മാറാം. നീ എന്തൊക്കെ ചെയ്യണ? നാട്ടിൽ നിങ്ങൾക്ക് വിലയിലാണ്. അധികം സംസാരിക്കണം അവനോട്.
ഇതെന്താ സോങ് നെയിം ലൈഫ് ഇല്ല പാട്ട് ഞാൻ ഇപ്പൊ റിയാക്ട് ചെയ്യാൻ നമുക്ക് മൂടില്ല സമയമായിട്ട് മൂടില്ലേ മൂടില്ലാതാ എനിക്ക് ഇഷ്ടല്ലേ അപ്പൊ അത് എനിക്കത് ഇഷ്ടമല്ല എനിക്ക് നീ എന്താ ഇഷ്ടത്തിനല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ ചാറ്റിന്റെ ഇഷ്ടത്തിനാണ് ചാറ്റല്ല ചാറ്റിന്റെ ഇഷ്ടമുണ്ട് നീ ഏതാന്നാ എന്റെ സംശയം നീ ഇടക്കിടക്ക് എടാ കുര്യാക്കോസ് മുഖ നീ ഇടക്കിടക്ക് വന്നിട്ട് ഇടാ വിളിച്ച് അവസാനം നിനക്ക് കിട്ടി ഈ പെട്ടെന്നിടെ മാറിയ ഓന്താ നീ ഓന്ത് നിങ്ങള് അങ്ങോട്ട് മാറിക്ക് തൊപ്പി ഷമീറിന്റെ കിളി പോയി എന്താണ് കിളി ഓരോ ക്ലിപ്പ് ഇങ്ങനെ തുറക്കുക ഇത് റിയാക്ട് ചെയ്യുക ഈസിയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ ക്യാമറ സംസാരിക്കുക ഇങ്ങനെ സംസാരിക്കുക പിന്നെ സൂപ്പർ ചാറ്റ് അത് മാത്രമേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ളൂ ഈ വ്യൂവേഴ്സ് ആക്ടിവിറ്റി ഉണ്ടാവും ഇത് തുറക്കുക ഇത് ഇങ്ങനെ കുറെ വന്ന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും പക്ഷെ ഈ എറോ മാർക്ക് ഉണ്ടാവും ഇത് അടിച്ചതിന് ഇങ്ങനെ താഴേക്ക് പോകും എന്നിട്ട് ഇതിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വായിച്ചു തുടങ്ങിയാൽ മതി അല്ലെങ്കിൽ ഏറ്റവും മുകളിലേക്ക് പോവാം എന്നിട്ട് താഴേക്ക് ഇങ്ങനെ വായിച്ചു തുടങ്ങിയാൽ മതി മനസ്സിലായി അല്ലെങ്കിൽ സെന്ററിൽ പോയി അങ്ങനെ വായിച്ചു തുടങ്ങിയാൽ മതി എന്താ പറഞ്ഞു കാണിക്കണ്ട ഇങ്ങനെയുള്ള നീയാണ് ഇവിടെ ഇരുന്നിട്ട് സ്ട്രീം ചെയ്യുന്നത് ഇതിപ്പോ എന്താ ഞാൻ ചെയ്തത് ഒഴിവാക്കിയിട്ട് ഞാൻ ചെയ്തത് എന്നെ അടുത്തിരുത്തുക എന്നാ ഇരിക്കേ പോട്ട് എന്നാ നീ തന്നെ ഇരുന്നോ ഞാൻ തമാശ നടക്കുന്നില്ലല്ലേ കുട്ടുവാ ഏത് കുട്ടോടാ നിനക്ക് നടക്കുന്നില്ലല്ലേ നിനക്ക് നടക്കുന്നു നീ ചെയ്താൽ മതിയാടാ ഒന്നും തിരിയുന്നില്ലല്ലേ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ ചെയ്യാ ക്ലോസ് ചെയ്യാ ഇത് തിരിയുന്നില്ല ഇവന് ഈ എന്റെ അടുത്ത് നീ ഇരിക്കണ്ട എനക്കത് ഇഷ്ടല്ല ഇഷ്ടല്ലടാ ഈ കസേരയിൽ ആയിരിക്കും ഇരുന്നാലും എന്തോ ഒരു ഫീലിംഗ് വരും തോന്നുന്നു ഈ കസേരക്ക് ഒരു പ്രശ്നമില്ല നീ ഒരു കള്ളനാ ഞാൻ എന്ത് ചെയ്ത് കുട്ടു മാറങ്ങോട്ട് കുര്യാക്കോസ് ഫ്രണ്ട്സ് പറയുന്നു ഷമീർ വിജാഗിരി മൂടൻ ഓവർ ആകുന്നു ഫുള്ളല്ലേ ഒന്ന് പോടാ കർമൂസേ കുറെ സമയമല്ല നീ വന്നിട്ട് വെറുപ്പിക്കുന്നു ഓക്കെ നീ ഇത്ര സമയം ഇരുന്ന് സ്ട്രീം ചെയ്തു നീ ഒറ്റ സൂപ്പർ ചാറ്റ് വായിച്ചോ എത്ര ആൾക്കാർ സൂപ്പർ ചാറ്റ് വായിച്ചോ ഞാൻ മറന്നുപോയി പിന്നെ കൊറേ പഠിക്കാനുണ്ട് ഞാൻ ഒന്നിച്ചുണ്ടെങ്കിലേ പഠിക്കാൻ കഴിയും നീ എന്നെ ഒഴിവാക്കിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കിയില്ലടാ മാറി എടാ അങ്ങനെയല്ല കുട്ടു അത് ഞാൻ മറക്കൂലടാ ഞാൻ തമാശ ആക്കിയല്ലേ ഒരു ഉമ്മ ഉമ്മല്ല നിനക്കൊരു കുത്താ ഞാൻ തരാം നിന്റെ മൂക്കിന് ജോൺസിനെ താങ്ക് യു 29 rupees സൂപ്പർ ചാറ്റ് വിസിക്കോ താങ്ക് യു 29 ചാറ്റ് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഇനി നിങ്ങൾ എന്നോടൊന്നും പറയണ്ട കേട്ടില്ല നിങ്ങളും കാല് മാറി ഇവൻ കാല് മാറിയത് പോട്ടെ ഈ ഏഴാംകൂലി കാല് മാറിയാൽ എനിക്ക് വിഷമമില്ല പക്ഷെ നിങ്ങൾ കാല് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചാറ്റ് നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല നന്ദിയുണ്ട് അല്ല നീ ചെയറിലിരിക്കുമ്പോ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോടാ കുട്ടെന്താടാ നിനക്ക് എളിമ കുട്ടു നിന്റെ ഞാൻ ഒരു ഉമ്മ നെറ്റിക്ക് അപ്പൊ എല്ലാ വിഷമവും മാറും പിന്നെ ഷമീർ സോള പറയുന്ന എടാ നമുക്കൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാ ഷമീറ നമുക്കൊരു ടേംസിൽ പോവാ രണ്ടാക്കും ഒരുമിച്ച് ഇങ്ങനെ അല്ലായിരുന്നല്ലോടാ അങ്ങനല്ല പറയുന്നത് ഇതിപ്പം ആൾക്കാർ മിക്സഡ് ഇതെല്ലാം പറയുന്നത് അപ്പൊ നമുക്കൊരു ടേംസിൽ പോവാ ഒന്നിച്ചിരിക്കാം ആൾക്കാർ പറയട്ടെ നിന്നെ വേണമെന്നുള്ള ആൾക്കാർ പറയട്ടെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് ചെയ്യണം അങ്ങനല്ലേ നിങ്ങളെ ഇത് അല്ല അങ്ങനെയല്ല നിങ്ങളെ ചാറ്റിന്റെ ആഗ്രഹം ഞാനും ഷമീറും ഒരുമിച്ച് വശീകരിക്കാനോ നോക്കാം അങ്ങനെയാ അല്ല ചാറ്റ് എന്തിനാണ് ഇവരെ കാല് പിടിക്കുന്നത് മമ്മദിനർക്ക് ഇതെങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാല് മാറാൻ പറ്റുന്നേ കാല് മാറാനാ എന്ത് കാല് മാറുന്നു എന്റെ പിള്ളേരാടാ ഈ 3 കൊല്ലം ഞാൻ ഇവിടെ ഇരുന്ന് തയ്ച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ പ്ലേറ്റ് മാറ്റിയല്ലേ ഒരു പ്ലേറ്റും എല്ലാം മാറ്റും ഞാൻ പറയുന്നത് കുറവാണെങ്കിൽ പോൾ ഇടാൻ പറയുന്നുണ്ട് നിനക്ക് ഞാൻ പോളിടട്ടെ പോളിട് പോളിടാൻ ചാറ്റ് തീരുമാനിക്കും ചാറ്റ് ഞാനല്ലേ തീരുമാനിക്കുന്ന ആള് അല്ലേ എന്താ പറയാ അല്ല നമുക്ക് ഒരുമിച്ചിരിക്കാം നോക്കട്ടാ ഒരുമിച്ചിരിക്കണോ വേണ്ട പോളിന്റെ റിസൾട്ട് കണ്ടിട്ട് നമുക്ക് പറയാം എന്താടാ നീ പേടിച്ചാ പോളിടെന്ന് പറഞ്ഞപ്പോ നീ ഇങ്ങനെ ഒന്നല്ലല്ലോ ഇത്ര സമയം സംസാരിച്ചത് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ നമുക്ക് പോളിടാം പോൾ റിസൾട്ട് നോക്കാം ഇത്രയും സമയം ഇവന് വേണ്ടി അർമാദിച്ചല്ല മമ്മൂന്റെ പോൾ റിസൾട്ട് എന്തേ 29% നോ 71%. 75 മമ്മൂനെ കയറായിരുന്നു. മമ്മൂന് ഭാഗ്യമില്ല ഞാൻ ചോദിച്ചാൽ മതി. എന്റെയാണ് മമ്മൂന്റെ പോൾ എന്റെയാണ്. അപ്പൊ അടുത്ത പോള് ഷമീറും ഞാനും ഒരുമിച്ചിടണോ, ഷമീർ ഒറ്റക്കിടണോ, ഞാൻ ഒറ്റക്കിടണോ? ചാറ്റ് പറ. ആദ്യം എന്താ ടൈപ്പ് ചെയ്യാം?
ഷമീർ ആൻഡ് തൊപ്പി. ഓക്കെ, ഷമീർ ആൻഡ് എക്സ് കൊടുത്താൽ മതി, ഹാൻഡിൽ എന്തിനാ? അത് കുഴപ്പമില്ല. പിന്നുള്ളത് ഷമീർ സോളോ. പിന്നുള്ളത് എന്തായാലും ഞാൻ പൊട്ടു നോക്കാം. തൊപ്പി. ഭയങ്കര എളിമേലം കാണിക്കുന്നത്. നീ വോട്ട് കിട്ടാൻ വേണ്ടി നീ എന്ത് ചേറ്റത്തിന് നീ കാണിക്കുമല്ലോടാ നാറി. നിന്നെനിക്ക് മനസ്സിലായടാ ഇന്ന്. ഓക്കെ ചാറ്റ് വോട്ട് ചെയ്തോ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ബയസ്ഡും നോക്കട്ടെ. എന്താണ് ജെന്യൂൻ ആയിട്ട് എന്താ തോന്നുന്നത് അങ്ങ് വോട്ട് ചെയ്താൽ മതി. ഓക്കെ, 3, 2, 1. ഒരു മിനിറ്റ് എടാ, എണീച്ചേ 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 എണീച്ചേ. മാറിപ്പോയാ ഇവനെ കൊറേ സമയം. ഗായ്സ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവനെല്ലാം സ്ട്രീമിൽ വാണാ. ഞാൻ ചോദിക്കുന്ന കാര്യം, ഇവനെ സ്ട്രീമിൽ വാണ്. ഇവനെ കൊണ്ട് ഉപകാരം ഉണ്ടാ? നമ്മൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തോ ഒരുമിച്ച് ചെയ്യാ? നീ ഏതാ ഒന്ന് മാറി എന്നാ അങ്ങോട്ട്. കൊറേ സമയായി. തൊപ്പി സോളോക്ക് 22%. അതിലെന്താ അത്ഭുതപ്പെടാനല്ലേ? അത് മാറിക്ക്, ഞാൻ വിളിക്കാം കേട്ടാ. ഇങ്ങനെ ഓവർ ഇതാക്കാൻ പറ്റാ. ഇത് എപ്പോൾ ഉള്ള ഒരു ഇതാണ്. ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ അതിന്റെ അടക്കം വന്നിട്ട് ഓരോ പരിപാടികൾ. കുര്യാക്കോസിന്റെ കൂടെ നാളെ മുതൽ ടൈൽസ് പണിക്ക് പോ. 900 രൂപ കിട്ടും. നാളെ മുതൽ ടൈൽസിന്റെ പണിക്ക് പോ. ഞാൻ എന്തൊക്കെ വീണ് തരാം. വേറെ എന്തൊക്കെ ചില്ലറ ഞാൻ തരികയും ചെയ്യാം. തരാം. അല്ല ഇതാക്കൊന്നും വേണ്ട, എൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. കുര്യാക്കോസെ നാളെ മുതൽ ഇവനെ പണിക്കെടുക്കണം. നീ എന്താ ഇതിന്റെ അഭിപ്രായം? ഇവനെ മനസ്സിലാക്കി 900 അല്ല 900 ഒന്നും കൊടുക്കണ്ട. ഒരു 800 കൊടുത്താൽ മതി. 800 കൊടുത്താൽ മതി. നാളെ മുതൽ ഇവനും നമ്മ ഒരു ടീമാണ്. ഇവന്റെ ഭാഗത്ത് ഒരിക്കലും നിൽക്കരുത്. ഇവനെ മനസ്സിലായല്ലോ, ഇവനൊരു ചതിയനാ. എന്ത് ചതിയൻ? ഓന്ത് നിങ്ങള് നാട്ടിലുള്ള എന്ത് നാട്ടില്? നാടും വീടൊന്നുമില്ല. ഇതാണ് സ്ഥലം. നാടാ? ഏത് നാട്? ഏതാന്ന് ഇതെല്ലാം പറയുന്നത്? നാട് വീട് എന്നെല്ലാം പറയുന്നത്. നാട്ടിൽ ഇങ്ങനൊന്നല്ലല്ലോ. എടാ അനക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടടാ. എടാ കറവപ്പെട്ട മുഖം, അനക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഡൗട്ട് സ്വന്തമായിട്ട് അങ്ങ് തീർത്താ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിളൊക്കെ പഠിക്കണം. വല്ല യൂട്യൂബ് നോക്കി പഠിച്ചോ. ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്ക്. ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത്. എന്ത് ഡൗട്ട്? ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യൂല. സ്വന്തമായിട്ട് പഠിച്ചാ മതി. സ്വന്തമായിട്ട് പഠിച്ചാ മതി. കുട്ടു എന്ത് കിട്ടും? അവർക്ക് ആവശ്യം വരുമ്പോ കിട്ടും, അല്ലാതെ ചവിട്ടു. അതിന്റെ ചക്കര മാറങ്ങോട്ട്. പെട്ടെന്ന് ശോഭനൊക്കെ പഠിക്കുന്ന നിക്ക് കാണട്ടെ, നിന്നെ ഒന്ന് കാണട്ടെ ഞാന്. എന്താ ഡൗട്ട്? എന്താ ഡൗട്ട്? എങ്ങനെ അപ്പുറത്തേക്ക് ആക്കാന്നുള്ള ഒരു സംശയമായിരുന്നു ചെറിയ. അതെടുത്തിട്ട് അപ്പുറത്തേക്ക് ആക്കാൻ പോലും അറിയാത്ത നീയാണല്ലോ ഇവിടെ സ്ട്രീം ചെയ്ത് ഉണ്ടാക്കൂന്ന് പറയുന്നത്. അല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചല്ല. നേരത്തെ ഭയങ്കര പ്രശ്നം. നിങ്ങളെല്ലാം ഒന്ന് അങ്ങോട്ട് മാറിയാ. ഇവനോട് നമുക്ക് 2 വർത്താനം പറയാണ്ട്. ഞാൻ ഇവിടെ വന്നിക്കടാ, കുറച്ച് ഇങ്ങോട്ട് വന്ന്. ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ തെറ്റ് ചെയ്തില്ല. ആൾക്കാർ പറഞ്ഞ അനുസരിച്ചിട്ട് ഞാൻ ഇതാക്കി. ആൾക്കാരെ കൊണ്ട് നീ അങ്ങനെ പറയിപ്പിച്ചാലടാ. പറയിപ്പിക്കാൻ വേറെ എന്റെ മൂത്തമ്മൊന്നല്ല. തർക്കുത്തരം പറയുന്നത് നീ. ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തത്. അല്ല വേണ്ട. ഇത് കാലി മസാജ് ആയിട്ട് വേണം. സ്ട്രീമെല്ലാം ചെയ്തോ? പക്ഷെ എന്നെ ഒന്നിച്ചിരുത്തണം. എന്നെ ഒന്നിച്ചിരുത്തടാ. ഞാനല്ലടാ തുടങ്ങി. ഷമീർ സോൾ എന്താടാ 47%? എടാ ഷമീർ തൊപ്പി കൂട്ടടാ. അപ്പൊ ഒന്നിച്ചിരുന്ന് ചെയ്യാലോ. അല്ലല്ല, ചാറ്റിന്റെ അഭിപ്രായം. എടാ നീ എന്താ ഇവിടെ കയറി ഇരിക്കുന്നത്? ഒന്ന് എണീച്ച് പോയാ. ചാറ്റിന്റെ ഇതില്ലാണ്ട് നമ്മൾ തീരുമാനം എടുക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറട്ടെ, നിനക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കുറെ ടെക്നിക്കൽ കാര്യമുണ്ട്. അതല്ല ഞെക്കേണ്ടത്. ഇതാണ് ചാറ്റിന്റെ ഇതില്ലാണ്ട് ഞാൻ ഇതെല്ലാം പഠിപ്പിച്ചാണ്. നീ ഒന്നിച്ച് എത്തിയാ മതി. എന്തിനു എന്നെ ഒന്നിച്ചെത്തിക്കണം? ഞാൻ ആലോചിക്കട്ടെ. ഇതെങ്ങനെ നീ ഇത് ഞാൻ ഇല്ലാണ്ട് ഇതെങ്ങനെ? ഇതക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. ഒറ്റയ്ക്ക് പഠിക്കാൻ അത്ര കാലം എടുക്കും അറിയോ? 1 മാസം നീ ഇരുന്ന് റിസർച്ച് ചെയ്യണം. 1 മാസം പോരാ, അതിൽ കൂടുതൽ ചെയ്യണം. ഒരു ബേസിക് പഠിക്കണം തന്നെ നീ 1 മാസം എടുക്കും. ഫുള്ള് പഠിച്ചെടുക്കാൻ അത്രയും സമയം എടുക്കും. ഞാൻ പറഞ്ഞുതരാം, മൊത്തം ഞാൻ പറഞ്ഞുതരാം. OBS, സ്ട്രീം ലാബ്സ്, യൂട്യൂബ് സ്റ്റുഡിയോ, മോണിറ്റൈസേഷൻ, സൂപ്പർ ചാറ്റ് വായിക്കല്, പല കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം പഠിപ്പിച്ചു തരണമെങ്കിൽ ഇങ്ങനെ കാലം തിരുമ്പി ഇവിടെ നിക്കണം. മനസ്സിലാവും? അപ്പൊ ആദ്യത്തെ ഡൗട്ട് എന്താ പഠിക്കേണ്ടത്? ആദ്യത്തെ ഡൗട്ട്സ് എന്ന് പറഞ്ഞാല് ഈ സംഭവം ഇപ്പഴത്തെ കാലം ഭയങ്കര വേന. ഇപ്പഴത്തെ ഈ സ്ട്രീം ഡെക്ക് ഉണ്ടല്ലോ, ഈ സ്ട്രീം ഡെക്ക്
അതിന്റെ ഫുൾ സംഭവം പഠിക്കണം. അതായത് അതിൽ കുറെ അതായത് ഇത് സൂപ്പർ ചാറ്റിന്റെ സൗണ്ട് ഓണാക്കാം. അയ്യോ ഞാൻ സൂപ്പർ ചാറ്റിന്റെ സൗണ്ട് ഇത്ര സമയം ഓഫ് ആയിരുന്നോ? സോറി, അതെന്റെ മിസ്റ്റേക്ക്. ഓക്കെ, ഹംസ അഞ്ചു താങ്ക് യു ഫോർ ദ 20 rupees സൂപ്പർ ചാറ്റ്. അങ്ങനെ പറയണം ഇവിടെ ഇത് സൂപ്പർ ചാറ്റ് വരുമ്പോ. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ സൂപ്പർ ചാറ്റിന്റെ മെസ്സേജും വായിക്കണം. ഇതിലിപ്പോ മെസ്സേജ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പം ഇത് ഞെക്കിയാല് ഇത് ഞെക്കിയാല് PC സ്ക്രീന് റീപോൾ പറയുന്നുണ്ടല്ലോ കുറെ ആള്. റീപോൾ ഇടാം, എന്നിട്ട് ബാക്കി റീപോൾ ഇടണോടാ നാറി. കുട്ടു ഇല്ലടാ, കുട്ടു ചത്ത്. അതാണ് പോൾ കൊടുത്ത ഷമീർ സ്ട്രീം ചെയ്യാൻ കാണാനുള്ള ക്യൂരിയോസിറ്റി ആണ് എല്ലാവർക്കും. അല്ലാണ്ട് എന്റെ ഓഡിയൻസ് തന്നെ ചതിക്കൂലടാ നാറി. നിന്റെ കൊറേ കൊറേ അഭിനയം ഇരുന്നിട്ട് എന്തൊരുമിച്ച് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഒന്ന് റീപോൾ ഇട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ പാണയും പഠിച്ചോ. ഇനി ഞാൻ ഇതിനായിട്ട് ഇരുന്ന് പഠിപ്പിച്ചതൊന്നുമില്ല. ഇത് ഞെക്കിയ ബിഗ് സ്ക്രീന്, ഇത് ഞെക്കിയ PC-ന്റെ സ്ക്രീന്, ഇത് ഞെക്കിയ സൂപ്പർ ചാറ്റിന്റെ സൗണ്ട് ഓഫ്, സൗണ്ട് ഓൺ. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ സൗണ്ട് ഓഫ് ആക്കണം. മനസ്സിലായോ? ഇത് മൈക്ക് മ്യൂട്ടിന്റെ, ഇത് ഹൈഡ് അൺഹൈഡ്, പിന്നെ ഫുൾ സ്ക്രീൻ ഹൈഡ്. ഇല്ലില്ല, ഇനിയും പഠിക്കാനുണ്ട്. ഫുള്ള് പഠിച്ചിട്ട് എന്തിനാ? അല്ല, ഫുള്ള് പഠിച്ചാ ഒന്നുമില്ല. എന്നാ ഫുള്ള് പഠിച്ചു. ഇത്രേ ഉള്ളൂ. എണീച്ചേ, ഒന്ന് എണീച്ചേ. അല്ല, ഇനിയും കുറേ ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. ഇനിയും കുറേ പഠിക്കാനുണ്ട്. 2 മാസം ഇന്ന് പഠിക്കാനുണ്ട്. 2 മാസം എന്റെ കാല് കേൾക്കണം. എന്നാ പഠിപ്പിച്ചതെല്ലാം മുതലെടുക്കാൻ. ഇത് എന്റെ പോൾ അടിച്ച് ഞാൻ ഇപ്പൊ റീപോൾ അടിക്കും. എന്ത് റീപോള്? അതില് കാട്ടുതീ ഉയരും. മനസ്സിലായടാ? ഞാൻ ഒരു BGM കൂടി ഇട്ടിട്ടാണ്. ഷമീർ ആൻഡ് തൊപ്പി. നീ എന്റെ ഞാൻ പഴയ പോലെ പെരുമാറൂല. പ്ലീസ്. ഈ പോളിയാന്ന് കംപ്ലീറ്റ് ചെയ്യട്ടാ. ഓക്കെ, ചാറ്റ് ഷമീർ ആൻഡ് തൊപ്പി, ഷമീർ സോളോ, തൊപ്പി സോളോ. ഇതില് കാട്ടുതീ ഉയരും. മനസ്സിലാവും? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് BGM എടുത്ത് നോക്കട്ടെ. ഒരു സെക്കൻഡാ പൊന്നു മോനാ. KGF. ഇതില് നീ ജയിച്ച് ഞാൻ സമ്മതിച്ചു. മതി, ഇത് പോളൊന്നും വേണ്ട. നീ അധികം സംസാരിക്കല്ലേ. ഇതൊന്ന് ഒരു മിനിറ്റ്, നീ എന്താ പറഞ്ഞത്? കാട്ട് തീ ഉയരുന്നാ? കാട്ട് വള്ളി പോലും നിങ്ങക്ക് വേണ്ടിട്ട് ഉയർന്നിട്ടില്ല. കുഴപ്പമില്ല, സ്ട്രീം കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെ പോയാൽ നടക്കൂല. കുറെ സമയം ഇങ്ങനെ ബലിപ്പിച്ചോണ്ട് നമുക്കൊരു ടേംസിൽ പോകുന്ന നല്ലത്. ഇല്ലേ നടക്കൂല. അത് മനസ്സിലാക്കിയാ നല്ലത്. ഇനി ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ് വരരുത് കേട്ടറാ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എല്ലാം ഇല്ല. ഇതൊക്കെ എന്ത്? ഇങ്ങോട്ട് മാറിയേക്ക്.
ആ കസേര എടുത്തോട്ട് ഇരിക്കാൻ. നല്ല ടേംസ് അത് മതി. എന്നാലും എങ്ങനെയാണ് ഈ ഒരാഴ്ച കൊണ്ട് നീ ഇത്രയും സപ്പോർട്ട് ഉണ്ടാക്കിയെടുത്ത? അമ്മോ നിനക്കിടന്ന് ഇത്രയും ഫാൻസ് മീറ. നീ ഒരു പൊട്ടനല്ലേ? അതിനെ ഞാനും ആലോചിക്കുന്നു. അന്നെന്തിനാ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്? ഇതെങ്ങനെ? ഷമീർ 49%, തൊപ്പി സോളൊക്കെ 34 ഉണ്ട്. പക്ഷെ എന്നാലും 49%. അപ്പൊ ഞാൻ ഒരു സംഭവം ശരിക്ക് ഹലം ഇവിടെ എന്തെങ്കിലും ആവട്ടെ. എനക്കൊന്ന് എൻ്റെ സമയം കഴിഞ്ഞത്. ഇനി പിള്ളേർ കളിക്കട്ടെ. വിഷമുണ്ടോ എനിക്ക്? വിഷമൊന്നുമല്ലടാ. ഇല്ല ഒന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നല്ല കുറച്ച് കേൾക്കണം. ഫുള്ള് കേൾക്കണം ഞാൻ പറഞ്ഞു. ഓക്കെ, റിയാക്ട് ചെയ്യാം. ഒന്നിച്ച് ലൈവ്. ഇത് മറ്റേ ഇതിനെ കുറിച്ച് ഇതൊന്നും കൂടി കാണാം. മറ്റേ ചാലഞ്ച് അല്ല, ആ ക്ലിപ്പ് ഒന്നും കൂടി കാണാം നമുക്ക്. നീ സിഗ്മയിലടാ അറിയും എന്താടാ ചെയ്യുന്നത്? നിങ്ങൾ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ചോ. നീ റിവെഞ്ച് എടുക്കല്ലേ ഇപ്പൊ? ഇവൻ ആരാന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവനിവിടെ സിഗ്മ ലോട്ട പെണ്ണുങ്ങൾ എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് ഇവൻ എന്താ ചെയ്യുന്നേന്ന് നോക്ക്. ഇതാ എന്റെ സമ്മതം ഇല്ലാണ്ടാന്ന് ഓളെ എന്നെ കെട്ടിപ്പിടിച്ചത്. അത് നീ ശ്രദ്ധിച്ചാ? നീ ഫസ്റ്റ് കൊടുത്തില്ല അല്ലേ? നീ ഫസ്റ്റ് ഇങ്ങനെ കൈ എന്തോ ഞാൻ ഇങ്ങനെ ആക്കി കാരണം കൈ എടുത്ത് ഒഴിവാക്കാൻ നോക്കി. കാരണം വെച്ചാൽ പെട്ടെന്ന് വന്നിട്ട് അയ്യാറിൽ അത്രയും ആൾക്കാരുണ്ട്. ഇത് നാളെ പോയി എന്തെങ്കിലും കേസാ എന്തെങ്കിലും ആൾക്കാരെ പെട്ടെന്ന് ഞാൻ ഒരു പേടി മേടിച്ച് മനസ്സിലാവും. അത് ഞാൻ കൈ എടുത്ത് ഒഴിവാക്കാൻ നോക്കി. പക്ഷെ ഓളെ എന്റെ സംഭവം ഇല്ലാണ്ട് കൈ എന്നെ കെട്ടിപ്പിടിച്ചത്. അപ്പൊ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റൂലേ? ഇത് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? വേണ്ടേ? വേണം. ഇതെന്താ പെണ്ണുങ്ങൾക്ക് വേറെ ഒരു നിയമം, ആണുങ്ങൾക്ക് വേറെ ഒരു നിയമം എന്നല്ലല്ലോ. അല്ല, എന്നിട്ട് പെണ്ണുങ്ങളെ നീ എന്താ ചെയ്തത്? ചാലഞ്ച് അല്ലാണ്ട് അങ്കന്തി പറോട് ഭാര്യ പിടിച്ചത് ഇവന്. എന്ത് ക്രൗഡാന്നല്ലേ. എന്തായാലും എന്തായിരിക്കും അവളെ പേര്? ഓള് ലൈവ് കാണുന്നുണ്ടാവൂലേ? ആര്? ആ പെണ്ണ് എന്തായാലും ഉണ്ടാവും. നിന്റെ ഫാൻ മോളെ ഞാൻ വെറുതെ പറഞ്ഞ തമാശ പറഞ്ഞ. ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ബ്ലാബ്ലാക്കുന്ന ഞാൻ ഒന്നും ചിന്തിക്കണ്ട. റിയലി സോറി. ഷമീർ ന്യൂ ചാനൽ എന്ന് പറയുന്നുണ്ട്. എൽ ഓഡിയൻസ് തൊപ്പി ഇസ് ദ ബെസ്റ്റ്. എൽ ഓഡിയൻസ് എടാ അങ്ങനല്ല. ഷമീർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ? ന്യൂ ചാനൽ പറയുന്നത് അത് നല്ലൊരു ഐഡിയ. ഷമീർ ന്യൂ ചാനൽ അതാവുമ്പോ നിനക്ക് കാണാൻ എനക്ക് ഇവിടെ സമാനമായിട്ട് എനിക്ക് ലൈവ് ചെയ്യാം. നിനക്ക് കാണാൻ നിന്റെ ഇതിൽ ലൈവ് ചെയ്യാം. അതാണ് ടേംസ്. അതാണ് ശരിക്കും ടേംസ്. അതാവുമ്പോ ഈ അടി ഉണ്ടാവില്ല. അങ്ങനൊന്നും ഞാൻ ആയിട്ടില്ല. ഇതിനൊന്നും മാത്രം ഇതിനൊന്നും ഞാൻ ആയിട്ടൊന്നുമില്ല. ആണല്ലോ ചാനൽ തുടങ്ങാനും പറഞ്ഞാല് ഗൈസ് അങ്ങനെയാണ് നമ്മളെ ഇത് MRG ഗ്യാങ് നമ്മളെ ചാനൽ ഓൾറെഡി 150K അങ്ങനെ എന്തോ സബ് ഉണ്ട് അതിന്. അത് നമുക്ക് MRG ഷമീർ ആക്കിയാലോ? അതൊന്നും വേണ്ട. ആദ്യം MRG അല്ല ഓന്റെ എന്തായാലും പോയി. ഓന്റെ പണിഷ്മെന്റ് ആയിരുന്നു. ആ MRG ഗ്യാങ് ആക്കിയത് ഗ്യാങ്ങിലുള്ള എല്ലാവരും അതിൽ സ്ട്രീം ചെയ്യട്ടെ ചോദിച്ചിട്ടാവും. അല്ലെങ്കിൽ ഇനിയിപ്പം ന്യൂസ് ചാനലിന് ആൾക്കാർ പറയുന്നുണ്ട് MRG ഷമീർ ആക്കാൻ പറയുന്നുണ്ട്. പേരൊന്നും മാറ്റണ്ട, ഞാൻ ഇല്ല ചെയ്തോളാം. അങ്ങനെയാലും മതി. പക്ഷെ ഇപ്പൊ എല്ലാരും ചെയ്യും. എല്ലാവർക്കും കൊണ്ട് ചെയ്യിപ്പിക്കണം. ജാസിനെ ചെയ്യാൻ ആഗ്രഹം. ജാസിനെ ജയിപ്പിക്കണം. ജാസിനെ നമ്മൾ അന്ന് അങ്ങനെ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ അതിന് ശേഷം ജാസിനെ ഉറപ്പിക്കലായില്ലേ? ചെയ്തു നോക്കട്ടെ. ഇത് പഠിക്കേണ്ട ഒരു സമയം. ആദിൽ സ്ട്രീം ചെയ്യണം. പക്ഷെ അതിലെന്താ കൊടുത്തു. ഷമീർ ന്യൂ ചാനൽ എന്നാ പറയുന്നത്. പുതിയ ചാനൽ തുടങ്ങാനാ പറയുന്നത്. പുതിയ ഞാൻ തുടങ്ങി തരാം. ഞാൻ പറയുന്നത് സ്ട്രീം ചെയ്യോ? പുതിയ ചാനൽ തുടങ്ങി തന്നെ സ്ട്രീം ചെയ്യോ? അതില് ഡെയിലി ചെയ്യണം. മമ്മൂനെ പോലെ ആരുത്. ഡെയിലി എങ്ങനെ ചെയ്യും? നീ ചെയ്യുമ്പോ ഞാൻ അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്തതിന്റെ ചെയ്യണോ? അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണോ? അല്ലെങ്കിൽ ഒരു PC ആക്കി തരാം, റൂമിലാക്കി തരാം. അതിൽ ചെയ്യുന്നതിന്റെ മുമ്പ് പുറത്തെല്ലാം സ്ട്രീമേഴ്സ് അങ്ങനെ ചെയ്യുന്നത്.
ഇവർ ടീമായിട്ട് സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ അറിയോ, ഒരു റൂമിൽ ഒരാൾ സ്ട്രീം ചെയ്യുന്നുണ്ട്, അറ്റ ടൈമിനെ ചെയ്യാൻ പറ്റും. അതായത് ഒരു സമയം തന്നെ ഒരാൾ ഇവിടെ സ്ട്രീം ചെയ്യുമ്പോൾ അപ്പുറത്തെ റൂമിൽ ഒരാൾ സ്ട്രീം ചെയ്യുന്നുണ്ട്, 4-5 ആൾക്കാരിൽ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ബൂട്ട് ഗെയിം ബോയ്സ് എങ്ങനെ ചെയ്തുകൊണ്ടെന്നെ, ബൂട്ട് ഗെയിം ബോയ്സ് എങ്ങനെ സ്ട്രീം ചെയ്തുകൊണ്ടെന്നെ, നമ്മളിപ്പോ ബൂട്ട് ക്യാമ്പ് ബോയ്സിന്റെ ഒരു മോഡൽ തന്നെയല്ലേ ഇവിടെ ഈ എമർജി ഗ്യാങ് ഹൗസ് എന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ആക്കണം. എല്ലാവരും റൂമിൽ ഓരോ PC ആക്കിയിട്ട് എല്ലാവരും അവരവരുടെ റൂമിൽ നിന്നിട്ട് അവരവരെ സ്ട്രീം ചെയ്യും. സക്സസ്ഫുൾ റീകണക്ഷൻ, സക്സസ്ഫുൾ. റീകണക്ട് ആയോ സാറ്റ്? വന്നോ? വന്നു തോന്നുന്നു. ഒന്നുകൂടി നോക്കിയാ, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാ, വന്നോ തിരിച്ചു വന്നോ ചാറ്റ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ സ്പാം ചെയ്താ, ലാഗ് ഒന്ന് സ്പാം ചെയ്യുന്ന എല്ലാവരും. എടാ ഓക്കെ ആയില്ലെങ്കിൽ ഒന്ന് ഓക്കെ സ്പാം ചെയ്താ. 2 പ്രാവശ്യം ആയാ? ഇപ്പൊ ഓക്കെ അല്ലേ? എന്തോ പെട്ടെന്ന് നെറ്റ് കട്ടായി. ഓക്കെ, നമ്മളെന്താ പറയുന്നത്? ഓക്കെ, സ്ട്രക്ചർ. ഓക്കെ, ഞാൻ ഒരു പ്ലാൻ പറയാം. അതായത് ഓരോരാളും അവരവരെ റൂമിൽ ഇരുന്നിട്ട് സ്ട്രീം ചെയ്യട്ടെ. അതായത് അങ്ങനെ എല്ലാരും ചെയ്യട്ടെ, ഞാൻ മാത്രമേ വേണ്ട. അല്ല, നീ ചെയ്യാനാ എല്ലാവരും പറയുന്നത്. ഓന് ഉള്ളിൽ നിന്ന് സുഖിക്കുന്നവനെ. ഇത് പേടിയല്ല. എന്തിനു പേടി? പിന്നെ ഇവിടെ ഒറ്റക്ക് സ്ട്രീം ചെയ്ത് പഠിക്കണം, അതാണ് അതിൻ്റെ ഒരു ഇത്. ഈ എല്ലാവരും ഇരിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ടാവും. ഒറ്റക്ക് സ്ട്രീം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിലാണ് ശരിക്കും ഒരു പ്രോപ്പർ സ്ട്രീമർ. അത് നീ ചെയ്യണം. അത് ഒരു പ്രാവശ്യം നീ ചെയ്ത് തുടങ്ങണം. അതങ്ങ് തുടങ്ങാം, കണ്ണും പൂട്ടി അങ്ങ് തുടങ്ങണത്. ഞാൻ പ്ലാൻ പറഞ്ഞുതരാം. അതായത് 4 റൂമിൽ 4 PC. ഓക്കെ, ഓരോ ആൾക്കാർ ഓരോ സമയത്ത് സ്ട്രീം ചെയ്യുന്നത്. അതായത് ബൂട്ട് ക്യാമ്പ് ബോയ്സ് എല്ലാം ആ സമയത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഹിപ്സ്റ്റർ ഒരു സമയത്ത് ചെയ്യും, കൊമ്പൻ ഒരു സമയത്ത് ചെയ്യും, മറ്റൊരു എന്തെന്ന് വക്രിയോ കുപ്രിയോ ആരെല്ലാം ഉണ്ട് മറ്റേ ചുക്ലി, മറ്റേ എന്താ ഞാൻ മറന്നു, പേരുകളെല്ലാം മറന്നു. പണ്ട് അവരായിരുന്നു മെയിൻ ഇങ്ങനെ ഗ്യാങ്, എമർജി ഗ്യാങ് പോലെ. അപ്പം സൗണ്ട് ലാഗ് ഉണ്ടോ ചാറ്റ്? നോക്കടാ. ആയോ? ഇത് ഇങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളും വരൂലേ കൊറേ? എന്ത്? നീ ഉള്ളോണ്ടൊന്നും പേടിക്കണ്ടല്ലേ? ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ സെറ്റാകാം. ഇതിന് ഒരാളെ നമുക്ക് ആക്കാണെങ്കിൽ സ്ട്രീമിങ്ങിന്റെ ഇതെല്ലാം അറിയുന്ന ഒരാളെ നമുക്ക് ടെക്നിക്കൽ സൈഡിനാക്കാം. നോ സൗണ്ട്, വോയിസ് കട്ട് അങ്ങനെ തന്നെ വെച്ച് നോക്ക്. കട്ടാകുന്നുണ്ടോ? ഓഡിയോ കട്ടാകുന്നുണ്ടോ? കട്ടാകുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആയോ? കട്ടാകുന്നുണ്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെവിയിൽ വെച്ചു. കട്ടാകുന്നുണ്ട് പറയണം. ഓക്കെ, എനിവേസ് ചാറ്റ്. അപ്പം ഞാൻ പറയുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ 4 റൂമിൽ 4 PC. ഞാൻ 10 മണിക്ക് ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ 8 മണിക്ക് ഒരാൾ ലൈവ് ചെയ്യാം. ഞാൻ 10 മണി ലൈവ് കഴിഞ്ഞൊരു 1 മണി 1:30 നമുക്ക് എൻ്റെ 2 മണി നമുക്ക് ലൈവ് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് ഒരാൾ സ്ട്രീം ചെയ്യാം. പിന്നെ ഉച്ചക്ക് ഒരാൾ ഉച്ചക്ക് സ്ട്രീം ചെയ്യാലോ. എന്നിട്ട് അവരവരെ സ്ട്രീമിന്റെ ടൈം എല്ലാവരും ഒറ്റക്ക് സ്ട്രീം ചെയ്യാം. എന്നിട്ട് എന്റെ സ്ട്രീമിന്റെ ടൈം ആകുമ്പോൾ നമ്മളെല്ലാവരും ടീം സ്ട്രീം. എന്നാലേ ആ ഇതുണ്ടാവും. മനസ്സിലായി? ഇപ്പൊ നമ്മൾ ഇന്ന് സംഭവിച്ചതിന്റെ ബാക്കിയായിരിക്കുമല്ലോ നാളെ സംഭവിക്കുന്നത്. അപ്പം എന്റെ സ്ട്രീമിന്റെ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഇതാക്കാം. പിന്നെ അതല്ലാത്ത സമയത്ത് ഫ്രീ കിട്ടുന്ന ടൈമോ ഉച്ചയോ വൈകുന്നേരമോ രാത്രിയോ ഏത് സമയം ആയിക്കോട്ടെ, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാം. ഞാൻ സാധനങ്ങൾ ഇതെല്ലാം ഷോർട്ട് കട്ട് ഇതെല്ലാം സെറ്റ് ആക്കി തരാം. ഇതില് ഒരു സ്വിച്ച് നോക്കിയ സ്ട്രീം ഓൺ ആവുന്ന ലെവലിൽ ഞാൻ ആക്കി തരാം. ചെയ്യാം. നോ സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇതെല്ലാം സെറ്റ് ആക്കി തരാം. ഇതില് ഒരു സ്വിച്ച് നോക്കിയ സ്ട്രീം ഓൺ. മങ്കി സ്പാം ചെയ്യുന്നുണ്ടോ? മങ്കി കയറാം. അല്ല, ഇത് ഡിസ്കോഡ് റിയാക്ട് ചെയ്ത് തരണ്ടേ? ഡിസ്കോഡ് നമ്മളെപ്പോഴും